നമസ്കാരം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ബേസിൽ ജോസഫ്, ജോജു ജോർജ്, ടൊവിനോ തോമസ് ആരാകും മികച്ച നടൻ? സൈമ അവാർഡ് നോമിനേഷൻ ലിസ്റ്റ് പുറത്തുവിട്ടിരിക്കുകയാണ്. ഈ ഒരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ജനപ്രിയ ചലച്ചിത്ര അവാർഡായ സൗത്ത് ഇന്ത്യൻ ഇന്റർനാഷണൽ മൂവി അവാർഡ് 2024 എഡിഷന്റെ നോമിനേഷൻ ലിസ്റ്റുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 2023 തിയേറ്ററുകളിലെത്തിയ ചിത്രങ്ങളിലെ മികവുകൾക്കാണ് പുരസ്കാരം. മലയാളം അടക്കമുള്ള ഭാഷകളിലെ വിവിധ വിഭാഗങ്ങളിലെ നോമിനേഷൻ ലിസ്റ്റുകളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളത്തിലെ മികച്ച നടനാകാനുള്ള പുരസ്കാരത്തിന് 6 പേരാണ് നോമിനേഷൻ ലിസ്റ്റിൽ ഇടം നേടിയിരിക്കുന്നത്. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ടൊവിനോ തോമസ്, ജോജു ജോർജ്, ബേസിൽ ജോസഫ് എന്നിവരാണ് നോമിനേഷൻ ലിസ്റ്റിൽ എത്തിപ്പെട്ടവർ. നൻപകൽ നേരത്തു മയക്കം, കാതൽ ദിഗോർ, കണ്ണൂർ സ്കോട്ട് എന്നീ സിനിമകളിലെ മികച്ച പ്രകടനം കാരണമാണ് മമ്മൂക്ക ഈ ഒരു ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നത്. 2023 ഇറങ്ങിയ ഗരുഡൻ എന്ന സിനിമയിലെ മികച്ച പ്രകടനമാണ് സുരേഷ് ഗോപിക്ക് ഈ ലിസ്റ്റിൽ ഇടം നേടാൻ സാധിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസ് ആകട്ടെ 2018 എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനും ജോജു ജോർജ് ഇരട്ട എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനുമാണ് മികച്ച നടനാകാൻ വേണ്ടി മത്സരിക്കുന്നത്. ബേസിൽ ജോസഫ് ആകട്ടെ ഫലിമി, കഠിന കഠോരം, അണ്ടകട എന്നീ ചിത്രങ്ങളിലെ മികച്ച പ്രകടനവും, ലാലേട്ടനാകട്ടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ 2023 റിലീസ് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ വിജയമായ നേരെന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിലൂടെയാണ് മികച്ച നടന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മത്സരിക്കുന്നത്. ഈ ഒരു മികച്ച നടനുള്ള നോമിനേഷൻ ലിസ്റ്റിൽ ഇപ്പോൾ ഒന്നാമത് നിൽക്കുന്നത് മലയാളത്തിലെ കാറ്റഗറിയിൽ നോക്കുമ്പോൾ മമ്മൂക്കയാണ്. മമ്മൂക്കയും ജോജു ജോർജും തമ്മിലാണ് ഇപ്പോൾ കടുത്ത മത്സരം നടക്കുന്നത്. തൊട്ടുപിന്നിൽ നേരിലെ മികച്ച പ്രകടനത്തിലൂടെ ലാലേട്ടനുമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് നിങ്ങളുടെ ഇഷ്ടതാരത്തിന് വോട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സൈമയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ ഇപ്പോൾ സാധിക്കും. മികച്ച നടനെന്നതുപോലെ തന്നെ മികച്ച മലയാളത്തിലെ ചിത്രത്തിന് വേണ്ടിയുള്ള മത്സരവും നടന്നുകൊണ്ടിരിക്കുകയാണ്. 5 സിനിമകളാണ് പരിഗണിക്കുന്നത്. LJPയുടെ സംവിധാനത്തിൽ മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച നൻപകൽ നേരത്തു മയക്കത്തിലൂടെ LJP, ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി ആശീർവാദ് സിനിമാസ് നിർമ്മിച്ച നേരെന്ന സിനിമയിലൂടെ ജിത്തു ജോസഫ്, പ്രളയത്തെ ആസ്പദമാക്കിയെടുത്ത ജൂഡ് ആന്റണി ചിത്രം 2018, മമ്മൂട്ടി കമ്പനിയുടെ നിർമ്മാണത്തിൽ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രമായെത്തിയ കാതൽ ദിഗോർ എന്ന സിനിമയിലൂടെ ജിയോ ബേബി, രോഹിത് MG കൃഷ്ണൻ ചിത്രം ഇരട്ട തുടങ്ങിയ 5 ചിത്രങ്ങളാണ് മികച്ച സംവിധായകന് വേണ്ടിയുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഈ വരുന്ന സൈമ അവാർഡ് പ്രഖ്യാപിക്കുന്നത് സെപ്റ്റംബർ 14-15 തീയതികളിലാണ്. ദുബായിൽ വെച്ചാണ് ഈ ഒരു പുരസ്കാരം പ്രഖ്യാപിക്കുക. അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ 2024 മികച്ച നടൻ ആരായിരിക്കുമെന്ന് നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ആരാകും അതുകൂടി കമന്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.